നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പക്ഷെ ഈ അയൽപ്പക്കത്തുകാരുടെ ചില ചോദ്യങ്ങളുണ്ടല്ലോ. സിനിമാക്കാരെ വിശ്വസിക്കാൻ പറ്റുമോ? അവരെക്കുറിച്ച് നല്ലതൊന്നും കേൾക്കാറില്ലല്ലോ. അങ്ങനെയൊക്കെ. ഈ സംശയം അയൽപക്കക്കാർക്കല്ല തോന്നുന്നേ, മുത്തശ്ശിക്ക് തന്നെ തോന്നുന്നേ. അല്ലേ മുത്തശ്ശി? പോട്ടെ. ശരി. അല്ല, നമ്മൾ എപ്പോഴാ പുറപ്പെടുന്നേ? തിടുക്കം വേണ്ട, അവര് കുറച്ചു ദൂരം പോട്ടെ, എന്നിട്ട് നിങ്ങൾ പുറപ്പെട്ടാ മതി. പറഞ്ഞു വിട്ട സ്ഥലത്തേക്ക് തന്നെ രണ്ടുപേരും എത്തിയാ മതിയായിരുന്നു. അതൊക്കെ അവരെത്തിക്കോളും. ഈ യാത്രയോടെ കൽപ്പനയുടെ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം കിട്ടും. അത് മതി. ഈ യാത്രയുടെ ഉദ്ദേശങ്ങളെല്ലാം നടന്നാ മതി. ആ, കമ്പനിയിലെ ചില ക്ലയൻസിന്റെ കാര്യങ്ങളുമായി എനിക്കും ചന്ദ്രശേഖരനും പോകേണ്ടതുണ്ട്. 1-2 ദിവസം കൂടി എടുക്കും. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് വരാൻ നോക്കാം. ഉർവശി എവിടെ? ചെറിയമ്മ റെഡി ആയിക്കൊണ്ടിരിക്ക. അങ്ങനെ അവരെ പരീക്ഷിക്കാനാണെങ്കിലും നമുക്കൊരു യാത്രയായി. എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയാണെങ്കില് 2-3 ദിവസമല്ല, കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നാ മതി. അതെ മുത്തശ്ശി, യാത്ര ആദ്യം തീരുമാനിച്ചപ്പോ അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. ഇപ്പൊ എന്തോ വല്ലാത്തൊരു ഉത്സാഹം. താങ്ക്സ് കൽപ്പന ഈ തീരുമാനത്തിന്. അമ്മയെന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ? ദേ അവരിപ്പോ വരും. ആര് വന്നാലും എനിക്കെന്താ? എന്നോട് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയരുതെന്ന് പറഞ്ഞിരിക്കല്ലേ. അതെന്തുകൊണ്ടാ പറഞ്ഞെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? രാധികയുടെ കാര്യമാവുമ്പോ അമ്മ നല്ല രീതിയിൽ സംസാരിക്കില്ല എന്ന് ദേവേട്ടൻ അറിയാം. അതുകൊണ്ടാ. ശരി, സമ്മതിച്ചു. ഞാൻ ഈ മുറി വിട്ട് പുറത്തിറങ്ങുന്നില്ല. അപ്പൊ തീർന്നില്ലേ പ്രശ്നം? അപ്പൊ തുടങ്ങുന്നതേ ഉള്ളൂ പ്രശ്നങ്ങൾ. വരുന്നവർ അമ്മയെ അന്വേഷിക്കില്ലേ? അമ്മ മുറി അടച്ചിരിക്കുന്നതിന്റെ കാരണം ചോദിക്കില്ലേ? അപ്പൊ മറുപടി എന്താ പറയണ്ടേ? എല്ലാം കൂടി എന്നോട് ചോദിച്ചിട്ട് എന്തിനാ? അമ്മേ, രാധികയ്ക്ക് വന്നിരിക്കുന്ന ബന്ധം ചെറുതോ വലുതോ ആയിക്കോട്ടെ, പക്ഷെ ഇത് നടക്കേണ്ടത് അത്യാവശ്യ. രാധിക മോളുടെ വിവാഹം നടന്നാല് വരുണിന്റെ മനസ്സിലെ എല്ലാ ചിന്തകളും പോവും. അല്ലെങ്കിൽ പ്രിയങ്ക മോളുടെ ജീവിതം വെച്ചാ നമ്മൾ കളിക്കുന്നത്. രാധികയെ എത്ര വെറുക്കുന്നുണ്ടോ അത്ര തന്നെ അമ്മ പ്രിയങ്കയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അവൾക്ക് വേണ്ടിയെങ്കിലും അമ്മ ഈ കാര്യത്തിൽ നേരെ ചൊവ്വ ഇടപെടണം. എന്തെങ്കിലും ആവട്ടെ. അല്ലെങ്കിൽ എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. ആ സിനിമാക്കാരുടെ ഒപ്പം തുള്ളി നടക്കുമ്പോ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചോണ്ട് വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. പണ്ട് 3 മാസം കഴിയുമ്പോ അവര് വലിച്ചെറിയുന്നത്. അതുപോലെ ആയിരിക്കും എന്തോ. ആ പയ്യനെ കുറിച്ച് അങ്ങനെ മോശം അഭിപ്രായമൊന്നും ഇല്ല. എന്തിനാ അവൻ മോശമാവുന്നത്? ഇവള് കൂടെ ചെന്നാല് ഒരാള് മോശമാകാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. മതി അമ്മേ, ഇനി അവളെ കൂടുതലൊന്നും പറയണ്ട. യശോദേ, അവര് വന്നു കേട്ടോ. അമ്മ വാ. വാ അമ്മേ, വാ. അമ്മ വാ. നമസ്കാരം. വരൂ വരൂ.
ഇങ്ങോട്ടിരിക്കുക. ഇതെന്റെ ഭാര്യ യശോദ. ഇതമ്മ. ജീവ പറഞ്ഞ് എനിക്ക് എല്ലാരെ കുറിച്ചും വിശദമായിട്ട് അറിയാം. ഇവന്റെ വിവാഹകാര്യം സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അപ്പോഴൊക്കെ ഇവന്റെ കരിയറിനെ കുറിച്ച് പറയും. അവിടെ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു പൊസിഷൻ എത്തിയിട്ട് മതി വിവാഹം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ കുട്ടിയുടെ കാര്യത്തിൽ എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു ദിവസം വന്ന് എന്നോട് ഈ കാര്യം അവതരിപ്പിച്ചു. ഞാൻ കരുതിയത് ഇവര് തമ്മില് ഇഷ്ടത്തിലാണെന്നാ. അപ്പോഴേ പറയുന്നേ ഇവനെ താല്പര്യപ്പെട്ടിട്ടുള്ളൂ, പെൺകുട്ടി ഇപ്പോഴും അങ്ങനെയൊന്നും ഇവനെ കണ്ടിട്ടില്ലെന്ന്. മോള് വളരെ അച്ചടക്കത്തോടെയാണ് വളർന്നത്. പ്രണയം ഒരു തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കുഞ്ഞുനാൾ മുതൽക്കേ ഞങ്ങൾ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തീരുമാനങ്ങൾക്ക് അവള് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ല, അമ്മ എന്താ ഒന്നും പറയാത്തെ? ഞാനിതിൽ വിശേഷിച്ച് എന്തു പറയാനാ? സംഗതി നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒക്കെ നല്ലതാ. പക്ഷെ ഈ അയൽപ്പക്കത്തുകാരുടെ ചില ചോദ്യങ്ങളുണ്ടല്ലോ. സിനിമാക്കാരെ വിശ്വസിക്കാൻ പറ്റുമോ? അവരെ കുറിച്ച് നല്ലതൊന്നും കേൾക്കാറില്ലല്ലോ, അങ്ങനെയൊക്കെ. ഈ സംശയം അയൽപക്കക്കാർക്കല്ല തോന്നുന്നേ, മുത്തശ്ശിക്ക് തന്നെ തോന്നുന്നേ. അല്ലേ മുത്തശ്ശി? എന്റെ മുത്തശ്ശി, സിനിമയെ ഞാനൊരു പാഷനായിട്ട് കണ്ടു. സിനിമയിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന്റെ പേരില് എന്റെ വ്യക്തിത്വത്തിനോ എന്റെ കുടുംബത്തിനോ യാതൊന്നും സംഭവിച്ചുകൂടാന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ ഓരോ ചൂട് നടക്കുമ്പോഴും അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഉപദേശങ്ങളാ എന്റെ മനസ്സിലുള്ളത്. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന സമയത്ത് അമ്മയോടെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്നെക്കുറിച്ച് തെറ്റായിട്ട് ഒരിക്കലും ഒന്നും കേൾക്കില്ലാന്ന്. അത് ഇത്രയും നാൾ പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുമ്പോട്ടുപോയി അങ്ങനെ തന്നെ ആയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.